അന്നൂസ് വേർഡ് ഓഫ് നോളജിലേക്ക് സ്വാഗതം. PSC റേഡിയോയിലൂടെ ഏപ്രിൽ 13, 14 ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അടുത്തിടെ അന്തരിച്ച കൊച്ചി രാജാക്കന്മാരുടെ മുഖ്യമന്ത്രിയായിരുന്ന ചേന്നമംഗലം പാലിയം തറവാട്ടിലെ വലിയച്ഛൻ പാലിയത്ത് വിക്രമൻകുട്ടൻ അച്ഛൻ. അടുത്തിടെ അന്തരിച്ച കൊച്ചി രാജാക്കന്മാരുടെ മുഖ്യമന്ത്രിയായിരുന്ന ചേന്നമംഗലം പാലിയം തറവാട്ടിലെ വലിയച്ഛൻ പാലിയത്ത് വിക്രമൻകുട്ടൻ അച്ഛൻ. അടുത്തിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഏത് ജില്ലയിലാണ് മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തി ചരിത്രം കുറിച്ചത്? കണ്ണൂർ. അടുത്തിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഏത് ജില്ലയിലാണ് മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തി ചരിത്രം കുറിച്ചത്? കണ്ണൂർ. അക്ഷയുടെ നേതൃത്വത്തിലാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയത്. 3137 ബൂത്തുകളിലാണ് ഇതിൽ നിലവിൽ വരുത്തിയത്. 3137 ബൂത്തുകളിൽ. ഉത്തർപ്രദേശിൽ 3ാമത്തെ ഉപലോകായുക്തയായി നിയമിച്ചത് ആരെ? ബാബറി മസ്ജിദ് പൊളിച്ചുമാറ്റിയ കേസിൽ വിധി പറഞ്ഞ വിരമിച്ച ജഡ്ജി സുരേന്ദ്രകുമാർ യാദവിനെ. ഉത്തർപ്രദേശിൽ 3ാമത്തെ ഉപലോകായുക്തയായി നിയമിച്ചത് ആരെ? ബാബറി മസ്ജിദ് പൊളിച്ചുമാറ്റിയ കേസിൽ വിധി പറഞ്ഞ് വിരമിച്ച ജഡ്ജി സുരേന്ദ്രകുമാർ യാദവിനെ. രാജ്യത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഏപ്രിൽ 13, 2021 മുതൽ ചുമതലയേൽക്കുന്നത് ആര്? സുശീൽ ചന്ദ്ര. രാജ്യത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഏപ്രിൽ 13, 2021 മുതൽ ചുമതലയേൽക്കുന്നത് ആര്? സുശീൽ ചന്ദ്ര. സുനിൽ അറോറ വിരമിച്ച ഒഴിവിലാണ് നിയമിതനാകുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് അധ്യക്ഷനായിരുന്നു. 2019 ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത്. 2022 മെയ് 14 വരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തുടരും. റഷ്യയുടെ സ്പുട്നിക് 5 വാക്സിൻ ഇന്ത്യയുടെ ഉപയോഗത്തിനായി സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ, സബ്ജക്റ്റ് എക്സ്പെർട്ട് കമ്മിറ്റി എന്നിവർ അടിയന്തര ഉപയോഗത്തിന് നിയന്ത്രണങ്ങളോടെ അനുമതി നൽകി. റഷ്യയുടെ സ്പുട്നിക് 5 വാക്സിൻ ഇന്ത്യയിലെ ഉപയോഗത്തിനായി സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെയും സബ്ജക്റ്റ് എക്സ്പെർട്ട് കമ്മിറ്റി എന്നിവർ അടിയന്തര ഉപയോഗത്തിന് നിയന്ത്രണങ്ങളോടെ അനുമതി നൽകി. റഷ്യയുടെ സ്പുട്നിക് 5 വാക്സിൻ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ അനുമതി ലഭിക്കുന്ന 3ാമത്തെ വാക്സിനാണ് സ്പുട്നിക് 5. മറ്റ് 2 വാക്സിനുകൾ കോവിഷീൽഡും കോവാക്സിനുമാണ്. 91.6% കാര്യക്ഷമതയുള്ള ഈ വാക്സിൻ ഡോക്ടർ റെഡ്ഡീസ് ആണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. 91.6% കാര്യക്ഷമതയുള്ള ഈ വാക്സിൻ ഡോക്ടർ റെഡ്ഡീസ് ആണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. 2020 ഓഗസ്റ്റ് 11 റഷ്യ രജിസ്റ്റർ ചെയ്ത സ്പുട്നിക് 5 ലോകത്തിലെ ആദ്യത്തെ കൊറോണ വൈറസ് വാക്സിനാണ്. 2020 ഓഗസ്റ്റ് 11 റഷ്യ രജിസ്റ്റർ ചെയ്ത സ്പുട്നിക് 5 ലോകത്തിലെ ആദ്യത്തെ കൊറോണ വൈറസ് വാക്സിനാണ്. റഷ്യയിലെ ഗമലേയ നാഷണൽ റിസർച്ച് സെന്റർ ഓഫ് എപ്പിഡെമിയോളജി ആൻഡ് മൈക്രോബയോളജിയാണ് വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. റഷ്യയിലെ ഗമലേയ നാഷണൽ റിസർച്ച് സെന്റർ ഓഫ് എപ്പിഡെമിയോളജി ആൻഡ് മൈക്രോബയോളജിയാണ് വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഏത് ആന്റി വൈറൽ മരുന്നിനാണ് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി നിരോധിച്ചത്? റെംഡെസിവിർ. രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഏത് ആന്റിവൈറൽ മരുന്നിനാണ് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി നിരോധിച്ചത്? റെംഡെസിവിർ. കോവിഡ് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് റെംഡെസിവിർ രോഗികൾക്ക് നൽകുന്നത്. പഞ്ചാബിലെ വാക്സിൻ യജ്ഞത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ സിനിമാ താരം സോനു സൂഡ്. പഞ്ചാബിലെ വാക്സിൻ യജ്ഞത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ സിനിമാ താരം സോനു സൂഡ്. കലാ സാംസ്കാരിക രംഗത്തെ വികസനത്തിനായി ആർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിക്കണമെന്നും സിവിൽ സർവീസിന്റെ ഭാഗമായി ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ സർവീസ് തുടങ്ങണമെന്നും റിപ്പോർട്ട് നൽകിയ കേന്ദ്ര സർക്കാർ കമ്മീഷൻ ഏത്? ഡോക്ടർ CV ആനന്ദബോസ് കമ്മീഷൻ. കലാ സാംസ്കാരിക രംഗത്തെ വികസനത്തിനായി ആർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിക്കണമെന്നും സിവിൽ സർവീസിന്റെ ഭാഗമായി ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ സർവീസ് തുടങ്ങണമെന്നും റിപ്പോർട്ട് നൽകിയ കേന്ദ്ര സർക്കാർ കമ്മീഷൻ ഏത്? ഡോക്ടർ CV ആനന്ദബോസ് കമ്മീഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി S ജയശങ്കർ,
എന്നിവരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്ന ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ആര്? ജാങ്-യിവ് ലി ഡ്രിയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്ന ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ആര്? ജാങ്-യിവ് ലി ഡ്രിയാൻ. ഓൺലൈൻ പണമിടപാടിനായി ഉപയോഗിക്കുന്ന RTGSന്റെ പൂർണ്ണരൂപം എന്ത്? റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. ഓൺലൈൻ പണമിടപാടിനായി ഉപയോഗിക്കുന്ന RTGSന്റെ പൂർണ്ണരൂപം എന്ത്? റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. ജാലിയൻ വാലാബാഗ് ദിനം എന്ന്? ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് ദിനം ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 2013 പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ടിലെ ഭേദഗതി പ്രകാരം പെൻഷൻ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം എത്ര ശതമാനമായി വർദ്ധിപ്പിക്കാനാണ് നീക്കം? 74%. 2013 പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ടിലെ ഭേദഗതി പ്രകാരം പെൻഷൻ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം എത്ര ശതമാനമായി വർദ്ധിപ്പിക്കാനാണ് നീക്കം? 74%. കൊടും മഴയായി പരന്നു വ്യാപിക്കാതെ താഴേക്ക് വീഴുന്ന അവസ്ഥ. കുമുലോ നിംബസ് മേഘത്തിന്റെ. കൊടുമഴയായി പരന്നു വ്യാപിക്കാതെ താഴേക്ക് വീഴുന്ന അവസ്ഥ കുമുലോ നിംബസ് മേഘത്തിന്റെ. യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത് എന്ന്? 1961 ഏപ്രിൽ 12. യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത് എന്ന്? 1961 ഏപ്രിൽ 12. ഏപ്രിൽ 12 ഇതിന്റെ വാർഷികം. അതുമായി ബന്ധപ്പെട്ടതാണ്. വോസ്റ്റോക്ക് 1 എന്ന പേടകത്തിലാണ് ബഹിരാകാശത്ത് എത്തിയത്. വോസ്റ്റോക്ക് 1 എന്ന പേടകത്തിലാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത്. ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. സോവിയറ്റ് വാഹനമായ സോയൂസ് T-11 1984 ഏപ്രിൽ 2 എത്തിയത്. സോവിയറ്റ് വാഹനമായ സോയൂസ് T-11 1984 ഏപ്രിൽ 2 ബഹിരാകാശത്ത് രാകേഷ് ശർമ്മ എത്തിയത്. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ വനിത വാലന്റീന തെരഷ്കോവ. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ വനിത വാലന്റീന തെരഷ്കോവ. സോവിയറ്റ് യൂണിയൻ വാഹനമായ വോസ്റ്റോക്ക് 6 എന്ന വാഹനത്തിലാണ് 1963 ജൂൺ 16 ബഹിരാകാശത്ത് വാലന്റീന തെരഷ്കോവ എത്തുന്നത്. സോവിയറ്റ് യൂണിയൻ വാഹനമായ വോസ്റ്റോക്ക് 6 എന്ന വാഹനത്തിലാണ് 1963 ജൂൺ 16 ബഹിരാകാശത്ത് തെരഷ്കോവ എത്തിയത്. സോവിയറ്റ് യൂണിയന്റെ ദൗത്യപ്രകാരം 1957 ലേക്കായ് എന്ന നായയും ഈ പരീക്ഷണാർത്ഥം ബഹിരാകാശത്തേക്ക് അയക്കുകയുണ്ടായി. സോവിയറ്റ് യൂണിയന്റെ ദൗത്യപ്രകാരം 1957 ലേക്കായ് എന്ന നായയും പരീക്ഷണാർത്ഥം ബഹിരാകാശത്തേക്ക് അയക്കുകയുണ്ടായി. ലിംഗസമത്വത്തിന്റെ ഭാഗമായി ഏത് രാജ്യത്തെ വ്യോമസേനയാണ് എയർമെൻ എന്ന പദം മാറ്റി ഏവിയേറ്റർ എന്നാക്കിയത്? റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സ്. ലിംഗസമത്വത്തിന്റെ ഭാഗമായി ഏത് രാജ്യത്തെ വ്യോമസേനയാണ് എയർമെൻ എന്ന പദം മാറ്റി ഏവിയേറ്റർ എന്നാക്കിയത്? റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സ്. ഏത് രാജ്യത്താണ് ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെൻട്രൽ ലിറ്റിൽ ഗുരു എന്ന സംസ്കൃത പഠന ആപ്പ് പുറത്തിറക്കിയത്? ബംഗ്ലാദേശ്. ഏത് രാജ്യത്താണ് ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെൻട്രൽ ലിറ്റിൽ ഗുരു എന്ന സംസ്കൃത പഠന ആപ്പ് പുറത്തിറക്കിയത്? ബംഗ്ലാദേശ്. ഇറാനിലെ ആണവ കേന്ദ്രം നടാൻസ്. ഇറാനിലെ ആണവ കേന്ദ്രം നടാൻസ്. 2021 കലണ്ടർ വർഷത്തെ ആദ്യ 3 മാസക്കാലത്തെ കണക്കുകൾ പ്രകാരം അമേരിക്കയിൽ നിന്ന് ഏറ്റവും അധികം അസംസ്കൃത എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാമത്തെ രാജ്യം ഇന്ത്യ. 2021 കലണ്ടർ വർഷത്തെ ആദ്യ 3 മാസക്കാലത്തെ കണക്കുകൾ പ്രകാരം അമേരിക്കയിൽ നിന്ന് ഏറ്റവും അധികം അസംസ്കൃത എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാമത്തെ രാജ്യം ഇന്ത്യ. ടിബറ്റിലെ പാർലമെന്റ് സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ. ടിബറ്റിലെ പാർലമെന്റ് സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ. ടിബറ്റിലെ പ്രവാസി പാർലമെന്റിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പിൽ ഇന്ത്യ ഉൾപ്പെടെ എത്ര രാജ്യങ്ങളിൽ താമസിക്കുന്ന ടിബറ്റ് സ്വദേശികളാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്? 26. ടിബറ്റിലെ പ്രവാസി പാർലമെന്റിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പിൽ ഇന്ത്യ ഉൾപ്പെടെ എത്ര രാജ്യങ്ങളിൽ താമസിക്കുന്ന
ടിബറ്റ് സ്വദേശികളാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. 26. 100 ദശലക്ഷം ഡോസ് കോവിഡ്-19 വാക്സിൻ ഏറ്റവും വേഗത്തിൽ നൽകിയ രാജ്യമായി മാറിയത് ഇന്ത്യ. 100 ദശലക്ഷം ഡോസ് കോവിഡ്-19 വാക്സിൻ ഏറ്റവും വേഗത്തിൽ നൽകിയ രാജ്യമായി മാറിയത് ഇന്ത്യ. ഇന്ത്യ 85 ദിവസം, USA 89 ദിവസം, ചൈന 102 ദിവസം. US നാവികസേനയുടെ ഏത് യുദ്ധക്കപ്പലാണ് ഇന്ത്യയുടെ സമുദ്രാതിർത്തി ലംഘിച്ചത്? USS ജോൺ പോൾ ജോൺസ് എന്ന കപ്പലാണ് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ കടന്ന് യാത്ര ചെയ്തത്. US നാവികസേനയുടെ ഏത് യുദ്ധക്കപ്പലാണ് ഇന്ത്യയുടെ സമുദ്രാതിർത്തി ലംഘിച്ചത്? USS ജോൺ പോൾ ജോൺസ് എന്ന കപ്പലാണ് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ കടന്ന് യാത്ര ചെയ്തത്. IPLന്റെ ചരിത്രത്തിൽ 100 വിജയങ്ങൾ സ്വന്തമാക്കുന്ന മൂന്നാമത്തെ ടീമായി മാറിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. IPLന്റെ ചരിത്രത്തിൽ 100 വിജയങ്ങൾ സ്വന്തമാക്കുന്ന മൂന്നാമത്തെ ടീമായി മാറിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. IPLൽ ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റത്തിൽ തന്നെ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന നേട്ടം കൈവരിച്ചത് ആര്? സഞ്ജു സാംസൺ. IPLൽ ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റത്തിൽ തന്നെ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന നേട്ടം കൈവരിച്ചത് ആര്? സഞ്ജു സാംസൺ. IPL ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളിയുമാണ് സഞ്ജു സാംസൺ. IPL ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളിയുമാണ് സഞ്ജു സാംസൺ. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.